കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. കുറച്ച് വൈകിട്ടാണ് നട തുറന്നത്. ഉദയാസ്തമന പൂജയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ഈ ഉദയാസ്തമന പൂജ ഉണ്ടാകുമ്പോൾ ഒക്കെ തിരക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നട തുറന്നു. നമുക്ക് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാണാനായിട്ട് ഇരിക്കുന്നത് നോക്കാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ ഗരുഡനെയൊക്കെ കണ്ട് നമുക്ക് നേരെ വരാം. അങ്ങനെ വരുമ്പോൾ ആ പുതിയ ഒരു ഗോപുര വഴി കൂടെ അങ്ങനെ വന്ന് ആദ്യം തന്നെ മേൽപ്പത്തൂരിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അവിടെ പോയി അവിടെ തൊഴുത്, അവിടെ തിരക്കൊന്നുമില്ല കേട്ടോ, അവിടെ സുഖമായിട്ട് ദർശനം നടത്താം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കാണാം നമുക്ക് ആ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിൻ്റെ നടുക്കായി മഹാലക്ഷ്മി ദേവി. അങ്ങനെ കണ്ട ബലിക്കല്ലിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ വന്ന് കയറിയിട്ട് വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിരുന്ന് നാരായണീയം ജപിച്ചിരുന്ന സ്ഥലം പീഠം കാണാം, കെടാവിളക്ക് കാണാം. അതേപോലെ വലതേ ഭാഗത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആ സ്വർണ്ണ വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ പ്രഭയും അതേപോലെ വെള്ളി വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ പ്രഭയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ കാൽപാദം കാണണ്ട്, കാൽവിളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പട്ടിങ്ങനെ ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട്. അരമണി കാണാണ്ട് അങ്ങനെ അന്ന് കയ്യിൽ അമ്പും വില്ലൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ശ്രീരാമചന്ദ്രനായിട്ടാണ് കേട്ടോ, ശ്രീരാമചന്ദ്രസ്വാമി ആയിട്ടാണ്. നാളെ ഇപ്പോൾ കർക്കിടകം വന്നല്ലേ, അപ്പോൾ ഇന്ന് തന്നെ ശ്രീരാമചന്ദ്രസ്വാമി ആയിട്ടാണ് ഭക്തരെ കാത്തു നിൽക്കുന്നത് അനുഗ്രഹിക്കാനായിട്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, നല്ല രസമുണ്ട് കേട്ടോ. രാജാവ് തന്നെ, രാജാവായിട്ടുള്ള കിരീടമൊക്കെ വെച്ച് നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അമ്പും വില്ലുമൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്ത പൂവ്, തുളസിപ്പൂവായിട്ടുള്ള മാല, തിരുമുടി മാലകൾ കാണാണ്ട് കിരീടത്തിൻ്റെ മുകളിൽ. അങ്ങനെ നോക്കുമ്പോൾ കൈവളകളൊക്കെ കാണാണ്ട് 2 കയ്യിലും അമ്പും വില്ലും കൂടി ഇങ്ങനെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ആരും ചെയ്യാനൊന്നും നോക്കണില്ല. അങ്ങനെയായാലും അങ്ങനെ അനുഗ്രഹം തരാനായിട്ട് തന്നെ. കർക്കിടക വരുന്ന രാമായണ മാസമായി, എല്ലാവരും വായിച്ചോളൂ എന്നൊക്കെ പറയുകയാണ് ഭഗവാനെ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഞാൻ എത്തും എന്നൊക്കെയാണ് ശ്രീരാമസ്വാമിയായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കുക. അങ്ങനെ ആ തിരുമുടിമാലകൾ 2 എണ്ണം, അതേപോലെ ഉണ്ടമാലകളും 2 എണ്ണം. ഉണ്ടമാലകൾ 2 എണ്ണം എന്ന് വെച്ചാൽ വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയും ആയിട്ടുള്ള തുളസി ആയിട്ടുള്ളതും, അങ്ങനെ 2 വലിയ ഉണ്ടമാലകളും. അങ്ങനെ പാദത്തോളം ഇറങ്ങി കിടക്കണ പോലെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് നന്നായിട്ട് താഴേക്കുണ്ട് ആ മാല. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയായിട്ട് കരുതുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് വിളങ്ങുന്ന, ശ്രീലകത്ത് വിളങ്ങുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ, ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എല്ലാവർക്കും എത്തട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുക. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുത് വരുമ്പോൾ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഗണേശൻ ആ പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ട് എന്ത് രസമാണെന്നറിയാം. ഉണ്ണിക്കണ്ണൻ തന്നെ, ഗണേശനാന്ന് തോന്നില്ല, ഉണ്ണിക്കണ്ണൻ തന്നെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. പക്ഷേ ഇന്ന് ഒന്നുകൂടി വളരെ രസമായിട്ടുണ്ട്. ശരിക്കും കണ്ണൻ തന്നെയാണെന്ന് തോന്നുന്നു. ശ്രീലകത്തുള്ള കണ്ണനെ പോലെ തന്നെ തോന്നുന്നു. നല്ലൊരു കാഴ്ച. അതേപോലെ ചുവന്ന പട്ട് കൊടുത്തിട്ടുണ്ട്, ചുവന്ന പട്ടാണെന്ന്. അതേപോലെ ധാരാളം അർച്ചന പൂക്കൾ കാണാനുണ്ട്, മാലകളൊക്കെ ഉണ്ട്. വളരെ സന്തോഷമായിട്ടാണ് ഗണപതി ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട്. എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കിയാൽ
3 മാലകളുണ്ട്. വെളുത്ത പൂവുണ്ട്, തുളസിയുണ്ട്, അതേപോലെ രണ്ടും കൂടി കൂടിയിട്ടുള്ളതും. അങ്ങനെ 3 മാലകളുണ്ട് ആ ഫോട്ടോൻ്റെ മുകളിൽ. സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ ആ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണപതിനെയൊക്കെ കണ്ടിട്ട് മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരാം. അങ്ങനെ മേൽശാന്തിയുടെ അവിടെ എത്തുമ്പോൾ ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. ഇന്നത്തെ കളഭാലങ്കാരം പൊട്ടക്കുഴി ഭവദാസ്വദിക്കനാണ്. അദ്ദേഹമാണ് ഇന്ന് ശ്രീരാമനായിട്ട് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ വാങ്ങി തൊട്ട് പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് വരുമ്പോൾ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഗണേശനെന്ന ചുവന്ന മാല, ചുവന്ന പൂക്കളോട് ഭയങ്കര കട്ടിയിലുള്ള മാല ബ്രഹ്മാവിന്, അതേപോലെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത് മാല. അങ്ങനെ നല്ല മാലകൾ ധാരാളമുണ്ട്. അപ്പോൾ അവിടെ തൊഴുക. അതിനുശേഷം നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് പ്രാർത്ഥിക്കുക, സാഷ്ടാംഗം നമസ്കരിക്കുക. മഴയാണ്, ചെറുതായിട്ടുള്ള മഴകളുണ്ട്, എന്നാലും നമസ്കരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, നമസ്കരിക്കുക തന്നെ. അതിന് ശേഷം തിരിച്ചിങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു വിഗ്രഹത്തിന് മഞ്ഞ കളറിലുള്ള മാല, വലിയ മഞ്ഞ ഉണ്ടമാല. പിന്നെ ആ ശ്രീരാമചന്ദ്രനും ബലരാമനും അതേപോലെ ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ചെറിയൊരു തുളസിമാല, മുരുകനും ഉണ്ട്, തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ ഒന്നും മാലയില്ല കേട്ടോ, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താണാവോ ആരും മാല ചില ദിവസം മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അകത്ത് ശ്രീരാമചന്ദ്രസ്വാമി ആകുമ്പോൾ ഹനുമാൻ സ്വാമി എപ്പോഴും കൂടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദനവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ കണ്ട് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കിടന്ന ആ ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് ഗ്രില്ലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ലിൻ്റെ അവിടേക്കും കിടന്നാൽ വീണ്ടും നമ്മൾ മണിക്കിണർ കാണാം. നൃത്തറയിൽ അതാ ദീപം കത്തി നിൽക്കുന്നുണ്ട്, കിടാവിളക്ക്. അപ്പം അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ആ സൈഡിൽ കൂടെ പോയാൽ നേരെ കാണാം കുറൂരമ്മേനി, നാരദരി, അതേപോലെ ആ കൃഷ്ണാട്ടത്തിൻ്റെ ആ ഒരു വിഗ്രഹമൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്ത് വരാം. എന്നിട്ട് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ കുറച്ച് തിരക്കുണ്ട്, മഴ ആ സൈഡിലൊക്കെ മഴ കൊള്ളും, എന്നാലും പതുക്കെ അങ്ങനെ മഴ കൊള്ളാതെ പോകുന്നു. അങ്ങനെ ഉള്ളിലെത്തുമ്പോൾ ഇന്നെന്താ വെച്ചാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നിറയെ സ്വർണ്ണ നൂലുകൾ ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ് ഭഗവതിയുടെ മുഖത്തു കൂടെയൊക്കെ. നല്ല രസമായിട്ട് ആ അലങ്കാരമൊന്നും ആയിട്ടില്ല. ഇതാണ് കിരീടത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ് കാണാൻ. പിന്നെ ചുവന്ന പട്ടാണ് ഉടുത്തിട്ടുള്ളത്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, നല്ല വട്ട പൊട്ട് വെച്ചിട്ടുണ്ട്. ഇനി അലങ്കാരമൊക്കെ ശരിക്കും തോന്നുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും ആവുള്ളൂ തോന്നുന്നു. ഇപ്പോൾ കുറച്ച് വൈകിട്ടപ്പോൾ ആവണത്. എന്തായാലും നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതീനെ തൊഴുക, പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. മനസ്സിൽ മമ്മിയൂരപ്പനെ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരാം. അവിടെ വരുമ്പോൾ ഇന്നൊക്കെ കുറച്ചൊക്കെ തിരക്കാണ്. അവിടെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ശ്രീരാമചന്ദ്രസ്വാമീനെ കണ്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം, നമസ്കരിക്കാം.
പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അവിടെ നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ വലിയ മാല ഇട്ടിട്ടുണ്ട് സ്വർണത്തിൻ്റെ, വലിയ എന്താ പറയുക കാശുമാല പോലത്തെ വലുത്. പിന്നെ കഴുത്തിലൊരു മാല ഉണ്ട്. പിന്നെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതും ചന്ദനം കൊണ്ടുള്ള ആയിട്ടില്ല, ആവാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അയ്യപ്പസ്വാമീനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെ കണ്ട് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ട് പ്രാർത്ഥിക്കാം. കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെയും കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ മഴയുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്കധികം നടക്കാം. നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപ വിഗ്രഹം കാണാം. അത് കണ്ട് പൂന്താനത്തിൻ്റെ അവിടേക്ക് നാരായണാലയത്തിലെത്തിയിട്ട് പൂന്താനം പൂജിച്ചിരുന്ന ആ വിഗ്രഹത്തെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ദേവിയുടെ അവിടെ വന്ന് ഒന്നും കൂടി തൊഴുത് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് ഒന്നും കൂടി കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ തെക്കേ നടയിലുള്ള കൂവളത്തിൻ്റെ തൊഴാനായിട്ട് പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോവാം. അങ്ങനെ അവിടെ എത്തിയിട്ട് ആ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അതേപോലെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. പുഷ്പാജിയുടെ മകൻ്റെ കടം വീടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതേപോലെ മനുകൃഷ്ണയുടെ മകൾക്ക് ഷീന പുണർദം വീട് വയ്ക്കാൻ എത്രയും പെട്ടെന്ന് സാധ്യമാവണമെന്നാണ്. പിന്നെ വിഷ്ണു വിശാഖം ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, സൗരഭ് പൂരാടം മകന് ഇഷ്ടമുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ശിവപാർവണ തിരുവാതിര അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്, റീതു പൂരാടം കണ്ണിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇനി നമ്മൾ ചെറിയൊരു കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതായത് നാരദരും മഹാവിഷ്ണുവും കൂടെയുള്ളൊരു സംഭാഷണം. അതായത് മഹാവിഷ്ണുവിനെ കാണാൻ നാരദർ ചെന്നപ്പോൾ പറയുകയാണ്, നാരദർ ചോദിക്കുകയാണ്, എനിക്കൊരു സംശയമുണ്ട്, ഒന്ന് ചോദിക്കട്ടെ. അപ്പോൾ ചോദിക്കൂ, എന്നും നാരദർക്ക് സംശയമാണല്ലോ എന്നാണ്. അപ്പോൾ ആ സംശയം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ മനുഷ്യ കുട്ടികൾ ജനിച്ച ഉടനെ നടന്നിരുന്നു. ഇപ്പം എന്താ അങ്ങനെ നടക്കാത്തത്? എന്താണ് അതിൻ്റെ കാരണം? മുൻപൊക്കെ അവരുടെ ആ ഒരു സമയത്തൊക്കെ എല്ലാവരും ജനിച്ച ഉടനെ മനുഷ്യക്കുട്ടികളൊക്കെ എഴുന്നേറ്റ് നടന്നിരുന്നു അത്രേ. ആ ഒരു സമയം അത് പിന്നീട് ഇല്ലാതെയായി. അപ്പോൾ എന്താണ്? അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, എന്തായാലും നല്ല അർത്ഥവത്തായ ചോദ്യമാണ് ചോദിച്ചത്, ഞാൻ ഉത്തരം പറയാം, ഞാനൊരു കഥയായിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയാണ്, ഒരു ഗ്രാമത്തിൽ ഒരു പശുവിനെ വളർത്തിയിരുന്നു. നന്നായിട്ട് പാലൊക്കെ കിട്ടിയിരുന്ന പശു, ചെറിയൊരു എന്താ പറയുക, നല്ല കാണാൻ ചന്തമുള്ള ധാരാളം പാല് കൊടുക്കുന്ന ഒരു സുരഭി പശു. സുരഭി എന്ന് പറഞ്ഞത് ആ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, സുരഭി അല്ല, അതുപോലെ തന്നെയുള്ള ഒരു പശു. അങ്ങനെ ആ പശു പ്രസവിച്ചു. പുല്ലും എന്താ പറയുക വെള്ളമൊക്കെ കൊടുത്ത് നന്നായിട്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കി അപ്പോൾ പശു പ്രസവിച്ചു, നല്ല പാലൊക്കെ കിട്ടി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആ പശുവിന് വയസ്സായി നോക്കുമ്പോൾ ഈ ഗൃഹനാഥന് പിന്നെ അതിന് തിന്നാൻ കൊടുക്കാനോ, കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് ഒരു ഉപകാരമില്ല, അപ്പോൾ തിന്നാൻ കൊടുക്കാനൊന്നും ഒരു വലിയ ഇതില്ല. അവസാനം എന്താ വെച്ചാൽ ഇതിന് തിന്നാൻ കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അതിനെ ഒരു കാര്യം ചെയ്തു, അവിടെ തൊട്ടടുത്തൊരു കാടുണ്ട്, ആ കാട്ടിലേക്ക് അങ്ങോട്ട് ആട്ടിയാക്കി. അതാണ് മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ. അങ്ങനെ ആട്ടിയാക്കിയിട്ട് പശു പാവം ഒന്നും കിട്ടാതെ പോയി, കാട്ടിലും പുല്ലും ഇതൊന്നും ഇല്ല കാര്യമായിട്ടൊന്നും. എന്നാലും അങ്ങനെ നടന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് ഒരു വേനലായിരുന്നു ആ ആട്ടിയാക്കുമ്പോഴേ. കാരണം എന്താ വെച്ചാൽ ഗൃഹനാഥനും പുല്ലരിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ കിട്ടണില്ല. അപ്പോൾ തിരിച്ച് ഗുണമൊന്നുമില്ലാത്ത ഒരു പശുവിനെ ഇപ്പോൾ ഞാനെന്തിനാണ് നോക്കണതെന്നാണ് ഗൃഹനാഥൻ വിചാരിച്ചത്. കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കാട്ടിലും ഒക്കെ വറ്റി വരേണ്ട മാതിരിയൊക്കെയാണ്, കാരണം പുല്ലുകളൊക്കെ ഉണങ്ങി. പശു ആകെ വിഷമിച്ചു. അങ്ങനെ കുറച്ചൊക്കെ പാടായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുമ്പോൾ ഒരു സ്ത്രീ, വേറൊരു ഗ്രാമത്തിൽ നിന്നൊരു സ്ത്രീ വന്നിട്ട് വിറകുണ്ടാക്കാൻ വേണ്ടി വന്നു.
വിറകുണ്ടാക്കാൻ വന്നപ്പോൾ ഈ പശുവിനെ കണ്ടു. ഈ പശുവിനെ എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അതിന് ചെന ഉണ്ടായിരുന്നു, അതായത് ഗർഭം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതും അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ആയിട്ടാണ് വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്നത്. അപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഏതായാലും നമുക്കിതിനെ കൊണ്ടുപോയി നോക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് തൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് മനസ്സിൽ വിചാരിച്ച് വിറകൊന്നും ഉണ്ടാക്കാതെ വേഗം പോയി. കാരണം നല്ലൊരു പശുവല്ലേ, കിട്ടിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട്. ഭർത്താവ് പറഞ്ഞു ആയിക്കോട്ടെ കൊണ്ടുവരിക, പാലൊക്കെ കിട്ടുമല്ലോ എന്ന്. അങ്ങനെ അവിടേക്ക് പോയി. പിന്നെ അന്നേക്ക് വരാൻ പറ്റിയില്ല, പിറ്റേ ദിവസമാണ് വരുന്നത്. പിറ്റേ ദിവസം നോക്കുമ്പോൾ പശുവിനെ കാണാനില്ല. അങ്ങനെ തിരഞ്ഞ് നോക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും പിടിച്ച് തിന്നോ അല്ല വന്യമൃഗങ്ങളും പിടിച്ച് തിന്നോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ ഈ പശുവുണ്ട് പ്രസവിച്ച് കിടക്കണം. അപ്പോൾ പ്രസവിച്ച് നല്ലൊരു കുട്ടിയൊക്കെയാണ്, പക്ഷേ നീക്കണില്ല, കുട്ടി നീക്കാതെ കിടക്കുക. അങ്ങനെ ചെറുതായിട്ട് ചെറിയ അനക്കൊക്കെ ഉണ്ട്, പക്ഷേ എണീച്ച് നടക്കണില്ല, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷേ പശു പ്രസവിച്ച് കിടക്കണ കണ്ടപ്പോഴേ ആകെ ആ ഒരു എന്താ പറയുക ചളിക്കുണ്ടിൽ കിടക്കണ പോലെയൊക്കെയുള്ള ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഈ പശു പറയുകയാണ്, എന്നെയും എൻ്റെ കുട്ടീനെയും നോക്കുമോ, ഞാൻ നിങ്ങൾക്ക് ഒരു പുണ്യമാവും ചെയ്യും, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പാലൊക്കെ തരും ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടീനെ നോക്കണം, കുട്ടിക്കൊന്നും ആയിട്ടില്ല, 10 മാസം കഴിയണം കുട്ടി എണീച്ച് നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത്, അയ്യോ 10 മാസമൊക്കെ നോക്കണമല്ലോ ഇനിയിപ്പോൾ, അതും ഈ ചളിയിലൊക്കെ ഉള്ള അത് അതിനെ അറപ്പായി. എന്താ വെച്ചാൽ ഒക്കെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞു, അയ്യോ ഒക്കെ നോക്കാൻ വയ്യ, ഞാൻ നിന്നെ നോക്കുന്നില്ല, നിന്നെ മാത്രം വേണേൽ കൊണ്ടുപോകാമെന്ന്. അത് വേണ്ട, എൻ്റെ കുട്ടീനെ വിട്ടിട്ട് എനിക്ക് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ നീ നിൻ്റെ പാട് വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പശുവിനെ ആട്ടി തൊളിച്ച് അവിടുന്ന് കാണാത്ത സ്ഥലത്തേക്ക് ആക്കിച്ചു. അപ്പോഴും അതിനെ അവിടെ ഇട്ട് പോയാൽ മതി, അതല്ല അതിനെ ഉപദ്രവിച്ചു. അപ്പോൾ ഉപദ്രവിച്ചപ്പോൾ ഈ പശു എന്ന് പറഞ്ഞാൽ അന്നത്തെ പശുവിനും നല്ല കഴിവൊക്കെ, കാരണം സംസാരിക്കാനുള്ള കഴിവും അതേപോലെ തപസ്സിൻ്റെ കഴിവൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആ പശു പറഞ്ഞു, എൻ്റെ കുട്ടീനെ നോക്കാത്ത, അതായത് എൻ്റെ കുട്ടി ഇപ്പോൾ ജനിച്ച് വീണിട്ട് ഇനി 10 മാസം കഴിഞ്ഞാലാണ് മുട്ട കുത്തിയിട്ട് നടന്ന് വരുള്ളൂ, അതേവരെ നോക്കാൻ പറ്റാത്ത നിൻ്റെ വംശത്തിൽ പിറക്കുന്ന കുട്ടികളൊക്കെ ഇനി 10 മാസം കഴിഞ്ഞിട്ടാണ് എണീച്ച് നടക്കൂ എന്ന്. അതായത് അപ്പോൾ അതേ വഴി പോയിരുന്ന, അതായത് എന്താ ഉണ്ടായി വെച്ചാൽ അപ്പം അങ്ങനെ ഒരു ശാപം കൊടുത്തു പശു, അതായത് അമ്മയായ പശു. അപ്പോൾ ഇനി നിൻ്റെ കുലത്തിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ 10 മാസം കഴിഞ്ഞിട്ട് എണീച്ച് നടക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഭഗവാൻ അത് തഥാസ്തു എന്ന് പറഞ്ഞു, അങ്ങനെ പറയും ചെയ്തു. പിന്നെ പശുവിനൊരു അനുഗ്രഹം കൊടുത്തു. അതായത് ഇനി ജനിച്ചു വീഴുന്ന കുട്ടികൾ, പശുവിന് ജനിച്ചു വീഴുന്ന കുട്ടികൾ, അവരുടെ വർഗത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികളൊക്കെ ഉടൻ നടക്കും. നേരെ തിരിച്ചായി. ആദ്യം മനുഷ്യരെ കുട്ടികളായിരുന്നു പെട്ടെന്ന് എണീച്ച് നടന്നിരുന്നത്, അത് മാറിയിട്ട് പശുക്കളുടെ കുട്ടികൾ വേഗം എണീച്ച് നടക്കുന്നതായി. ഇതാണ് കഥ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്താ പറയുക, ഷെയർ ചെയ്യുക. ഇനി അതേപോലെ നമുക്ക് അടുത്ത നാരായണീയം ചൊല്ലാനായിട്ട് ശ്രമിക്കാം. നാരായണീയം ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യത്തിലെ 4ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലുല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജസ്ത്വത്കലാസേവഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ, അതായത് അനക്കമില്ലാത്തതും എന്നും നിറഞ്ഞതും, നിരവധി പരമാനന്ദ പീയൂഷരൂപേ, അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വരൂപമായതും, നിർലീനാനേക മുക്താവലി സുഭഗതമേ, കണക്കറ്റ മുക്താവലി ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ അത്യന്തം സ്പൃണഹണീയമായ ശുദ്ധ സത്വാത്മകമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ കല്ലോലുല്ലാസതുല്യം വിമലതരം സത്വം തിരയടിക്ക് തുല്യമാണ്.
അത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് ആഹോ ഖലു അറിവുള്ളവർ പറയുന്നുവല്ലോ. തദാത്മാത്വം കസ്മാത് നോ നിഷ്കള സത്വസ്വരൂപനായ അവിടുന്ന് എന്തു കാരണത്താൽ നിഷ്കളനാകുന്നില്ല? നിഷ്കളൻ തന്നെ ആണെങ്കിൽ കൂടി ഭൂമൻ എല്ലായിടത്തും നിറഞ്ഞവനെ സ്കള ഇതി വച തത് കലാസു ഏവ. സ്കളൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളെ വിഷയമാക്കിക്കൊണ്ട് ആകുന്നു. മുക്താവലി മുക്തന്മാരുടെ സമൂഹം എന്നും മുത്തുമണികളുടെ കൂട്ടം എന്നും രണ്ടർത്ഥം. മുത്തുമണികളുടെ കൂട്ടം എന്നാണ് പറയപ്പെടുന്നത്. കലകൾ ത്രിമൂർത്തികളും മറ്റവതാരങ്ങളും താൽപര്യാഭ്യാം അപരികലനത ഇത്യാദി വാക്യത്തിൻ്റെ വിവരണമാണ് ഈ ശ്ലോകം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഉപസംഹരിച്ചിട്ടുള്ള ഭാഗവത ഭാഗമാണ് ഇവിടുത്തെ അനുഗതമായിട്ടുള്ളത്. രൂപമില്ലാത്തതും ജനനമില്ലാത്തവനുമായ പരബ്രഹ്മം ഭാവവികാരങ്ങൾക്കതീതമായി അഖണ്ഡമായി കാലദേശാശ്രയങ്ങളാൽ പരിച്ഛേദിക്കാനാവാത്ത ബ്രഹ്മാനന്ദത്തെ ധാരാളം മുക്തന്മാർ എല്ലായ്പ്പോഴും അനുഭവിക്കുക നിമിത്തം അന്യജനങ്ങൾക്കും മോക്ഷേച്ഛയെ ജനിപ്പിക്കുന്നതിനായി മായാബന്ധമില്ലാത്തതിനാൽ അത്യഗാധമായി വർഷക്കാലത്തും വേനൽക്കാലത്തും അളവറ്റ ജനത്താൽ നിറഞ്ഞ് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അമൃതിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായി മുങ്ങിക്കിടക്കുന്ന അനേകം മുത്തുകളെക്കൊണ്ട് ശോഭിക്കുന്ന അതിനിർമ്മലമായ ബ്രഹ്മസമുദ്രത്തിൽ അതിൽ നിന്നും ഭിന്നമല്ലാത്ത അത്യന്തം പരിശുദ്ധമാകുന്ന സത്വഗുണമാകുന്ന തിരമാലകൾ ശോഭിക്കുന്നു. അല്ലയോ പരിപൂർണനായ ഭഗവാനെ, അങ്ങ് എന്തുകൊണ്ട് നിഷ്കളനായി ഭവിക്കുന്നില്ലേ? അങ്ങ് തീർച്ചയായും നിഷ്കളൻ തന്നെയാണ്. സ്കളൻ എന്ന കീർത്തി അങ്ങയുടെ അംശാവതാരങ്ങളുടേതായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പനായ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് പൂർണ്ണാവതാരമെന്നും മറ്റുള്ള അവതാരങ്ങൾ അംശാവതാരങ്ങൾ മാത്രമാണെന്നും കവി പറയുന്നു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സന്നിധിയിലെത്താനും സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.